എല്ലാവർക്കും നമസ്കാരം. വാക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മെഡിക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അനക്കക്കുറവ് അല്ലെങ്കിൽ എപ്പം തൊട്ടാണ് അനക്കം കിട്ടുന്നത് തുടങ്ങിയൊക്കെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം മറ്റേ മാതൃസ്പർശത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അത് വളരെ കഴിഞ്ഞ മാസം നമ്മൾ വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുചേർന്നപ്പോൾ അതായത് എല്ലാം വളരെ പാവപ്പെട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആവറേജ് ഫാമിലിയിൽ നിൽക്കുന്ന കുറച്ച് പേര് ഒത്തുചേർന്നപ്പോൾ നമുക്കൊരു അത് അർഹിക്കുന്ന ഒരു വീട്ടിൽ ഒരു തുക കൊടുക്കാൻ സാധിച്ചു. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇന്നലെ എനിക്ക് 2 ദിവസം മുന്നേ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചാണ്, ഡോക്ടറെ എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്ക് കിട്ടുന്നതിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നതിൽ നിന്ന് സ്വരൂപിച്ച് ഞാനൊരു 50 രൂപ ഞാൻ ഡോക്ടറിൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ആ 50 രൂപയ്ക്ക് വലിയ വിലയല്ലേ ഉള്ളത്. അപ്പോൾ ആ ഒരു മനസ്സ് കാണിക്കുന്ന എല്ലാവരും, മനസ്സ് കഴിഞ്ഞ മാസവും ഈ മാസം ഇപ്പോൾ ആയപ്പോൾ തന്നെ ഏകദേശം 9,000 റുപ്പീസിന് മുകളിൽ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടി. അപ്പം ആ ഒരു മനസ്സ് കാണിച്ച എല്ലാവർക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നന്ദി പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അനക്കക്കുറവ് അല്ലെങ്കിൽ എപ്പം തൊട്ട് അനക്കം കിട്ടുന്നുണ്ട്. അതൊരു ഗർഭിണി വരികയാണ്. കുറേയേറെ സംശയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അവർ ആദ്യം പറയും, ഡോക്ടറെ എനിക്ക് 6 മാസമായി അനക്കമില്ല, എനിക്ക് 5-ാം മാസം സ്കാൻ കഴിഞ്ഞ് ഡോക്ടറെ എനിക്ക് ഇതുവരെ അനക്കം കിട്ടുന്നില്ല, ഡോക്ടറെ എനിക്ക് 3 മാസമേ ആയുള്ളൂ എന്നാലും ഇപ്പോഴേ ചെറിയ തുടുപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ പല സംശയങ്ങളായിട്ടാണ് കുറേ പേര് വരാറുണ്ടല്ലേ. അപ്പം ഇതിൻ്റെ യഥാർത്ഥ സയൻസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എപ്പോഴാണ് ആദ്യത്തെ അനക്കം കിട്ടുന്നത്? യൂഷ്വലി നമ്മൾ പറയുന്നത് ഒരു ആദ്യത്തെ ഗർഭിണിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അനക്കം കിട്ടിത്തുടങ്ങുന്നത് നമ്മൾ പറയുന്നത് ഒരു 18 ആഴ്ചയ്ക്ക് മുന്നോട്ടാണ്. 18 മുതൽ ഒരു 22-24 ആഴ്ച വരെയൊക്കെയാണ് നമ്മൾ പറയുന്ന സമയം. രണ്ടാമത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഒരു 16 ആഴ്ചയൊക്കെ തൊട്ട് തന്നെ ചിലപ്പം നമുക്ക് അനക്കം കിട്ടിത്തുടങ്ങാം. അതെന്തുകൊണ്ടാണ്? രണ്ടാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ ഗർഭിണിയാകുമ്പോൾ അവൾക്ക് നേരത്തെ അനക്കം കിട്ടുമെന്ന് പറയുന്നത് അതൊന്ന് അവളുടെ പെർസെപ്ഷൻ. പുള്ളിക്കാരത്തിക്ക് അറിയാം അനക്കം എന്ന് പറഞ്ഞാൽ ഈ തുടുപ്പാണ് അനക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആ പെർസെപ്ഷൻ കുറച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 2, ആദ്യത്തെ മിക്ക ഗർഭിണികളും ആദ്യമായിട്ട് ഗർഭിണിയാകുമ്പോഴത്തേക്ക് അവരുടെ അബ്ഡോമിനൽ മസിൽ, വയറിൻ്റെ മസിൽ കുറച്ചും കൂടെ ടോട്ടായിരിക്കും, കുറച്ചും കൂടെ ടൈറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. രണ്ടാമത്തേക്ക് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലൂസാവുകയും ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് അബ്ഡോമിനൽ മസിൽ കുറച്ചും കൂടെ ഫ്ലാസിഡ് ആകുമ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ചും കൂടെ നേരത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രണ്ടാമത്തേക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ ഒരു 13, ഈവൻ 15-16 ആഴ്ച, ചിലവർ ഈവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 13 ആഴ്ചയിലൊക്കെ ചെറിയ അനക്കം, ചെറിയൊരു തുടുപ്പ് പോലെ അറിയാം. വളരെ മെലിഞ്ഞ വയറുള്ളവർ, ഫാറ്റ് തീരെ കുറഞ്ഞവർക്ക്, അവർക്കൊക്കെ കുറച്ചും കൂടെ നേരത്തെ അറിയാൻ സാധിക്കും. അപ്പം നേരത്തെ എത്ര അറിയുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. എല്ലാവർക്കും പേടി എത്ര വരെ നമുക്ക് അറിയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നല്ല ഫാറ്റുള്ള ബെല്ലിയുള്ള, നല്ല ഫാറ്റുള്ള കുടവിറക്കെയുള്ള ഒരു ഗർഭിണിയാകുമ്പോഴത്തേക്ക് ഈവൺ 23-24 ആഴ്ച വരെ ഒക്കെ അറിയാതിരിക്കാൻ ചിലപ്പോൾ ഞാൻ അതുകൊണ്ട് അവർക്ക് പറയാറുണ്ട് 24 ആഴ്ച വരെ, 6 മാസം വരെ അനക്കം അറിഞ്ഞില്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. 5-ാം മാസം സ്കാനെല്ലാം നോർമലാണെങ്കിൽ 24 ആഴ്ചയായിട്ട് നിങ്ങൾക്ക് അനക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ഒന്ന് സ്കാൻ ചെയ്ത് ബേബി എല്ലാം ഓക്കെ ആണ് എന്ന് നോക്കുക. അനക്കം എപ്പോൾ അറിയാം എന്നുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഈ എത്ര ഫ്രീക്വൻസിയിലാണ് നമുക്ക് അനക്കം കിട്ടേണ്ടത്. ഒരു ദിവസം എത്ര അനക്കം കിട്ടണം? ഇത് നമ്മൾ സാധാരണ പറയുന്നത് ഒരു 2 മണിക്കൂറിൽ. ഇതെപ്പം തൊട്ടാണ് നോക്കി തുടങ്ങേണ്ടത്? അനക്കം എപ്പം തൊട്ടാണ് നോക്കേണ്ടത്? 24, 25, 26 വീക്സിലൊന്നും വലുതായിട്ട് കാര്യമായിട്ട് നോക്കേണ്ട. ചെറിയ അനക്കമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അത്രയും മതി. ഒരു 28 വീക്സ് തൊട്ടാണ് നമ്മൾ അനക്കം ഒരു ചാർട്ട് പോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് സാധാരണ എല്ലാവരും അത് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരും 28 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കുറച്ച് നേരം ആ ബേബിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അതെങ്ങനെയാണ്? നമ്മളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളൊരു ഇടതുവശം അല്ലെങ്കിൽ കംഫർട്ടബിൾ പൊസിഷൻ, ചിലപ്പോൾ അത് ഇരിക്കുന്നതാവാം, ചിലപ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതാവാം, ആ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ട് അനക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക. 28 ആഴ്ച മുതൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറിൽ നമ്മളൊരു 10 അനക്കം വരെയാണ് പറയുന്നത്. 2 മണിക്കൂറിൽ 10, അങ്ങനെ ചിലപ്പോൾ 2 മണിക്കൂറൊന്നും എടുക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു 20 മിനിറ്റിൽ തന്നെ 10 അനക്കം കിട്ടിയെന്ന് വരാം. അപ്പോൾ ഓരോ ബേബിക്ക് ഓരോ പാറ്റേൺ ഉണ്ടാവും. അത് ആ അമ്മയ്ക്ക് മനസ്സിലാവാൻ സാധിക്കും. അതായത് സാധാരണ ആ സമയത്ത് അല്ലെങ്കിൽ ആ കിടക്കുന്ന സമയത്ത് ഞാൻ ഇടതുവശം ചരിഞ്ഞ് കിടക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കിടക്കുകയോ എനിക്കൊരു 30 മിനിറ്റിനുള്ളിൽ 10 അനക്കം കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ ബേബി ഉണർന്നിരിക്കുന്ന സമയം അതാണ്, ബേബി ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, എനിക്ക് എപ്പോഴാണ് അനക്കം കുറവ്, അതൊക്കെ അമ്മയ്ക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കും.
പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ പോയി നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അനക്കമൊക്കെ ഒന്ന് നോക്കി ആവശ്യമെങ്കിൽ സ്കാൻ ചെയ്യും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. തീർച്ചയായിട്ടും അനക്കം ഈ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവുക ഒരു കുറച്ച് നേരം തന്നെ ഒരു 5-6 മണിക്കൂർ തന്നെ എനിക്ക് അനക്കം തീരെ കിട്ടുന്നില്ല, ആ സമയത്ത് നല്ല അനക്കം ഉണ്ടാവുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അടുത്ത ദിവസം വരാൻ നിൽക്കണ്ട. അന്ന് തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയി ലേബർ റൂമിൽ പോയി അത് കാണിക്കുക. അപ്പോൾ അവരതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തോളും. ശരി, അപ്പം എത്ര അനക്കം കിട്ടുമെന്ന് തോന്നി. അതുമല്ല, ഈ പാറ്റേൺ കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പാറ്റേൺ നമുക്ക് ഒന്ന് ബേബിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയമേ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഒരു തണുത്ത വെള്ളം, ഒരു തണുത്ത എന്ത് ഐസ്ക്രീം ആയിക്കോട്ടെ, മധുരമുള്ളതാണെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ കുറച്ച് ഒരു നല്ല ഫുഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കുക. ഞാൻ പറഞ്ഞ പോലെ തണുത്ത വെള്ളമോ തണുത്ത പദാർത്ഥങ്ങളോ കഴിക്കുക, ഈവൻ ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ടെമ്പറേച്ചർ വ്യത്യാസമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വ്യായാമം, ഒന്ന് നടക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബേബി സ്റ്റിമുലേറ്റ് ആവുകയും യൂഷ്വലി അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഈ പറഞ്ഞ പൊസിഷനിൽ കിടന്ന് നോക്കുക. ഒരു മണിക്കൂറിൽ ഒരു 10 അനക്കമെങ്കിലും കിട്ടുന്നു, 2 മണിക്കൂറിൽ 10 അനക്കമെങ്കിലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലേബർ റൂമിൽ പോയി കാണിക്കുക. പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു കുട്ടിയാണ്, ഡോക്ടറെ എനിക്കിപ്പോൾ 6-ാം മാസമായി, അനക്കം തീരെ കുറവാണ്, സ്കാനിൽ പ്ലാസൻ്റെ ഫ്രണ്ടിലാണ്, ആൻറ്റീരിയർ പ്ലാസൻ്റെയാണെന്ന് കണ്ടു. അത് കാരണമാവാം. പക്ഷേ അതൊക്കെ ഒരു തുടക്കം. ആദ്യത്തെ ഈ 6-ാം മാസം 5-ാം മാസം മാത്രമേ ഈ പ്ലാസൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് നമുക്ക് അതും ഒരു സ്പോഞ്ചി ഫീൽ കൊടുക്കുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യാൻ, അനക്കം അറിയാൻ സ്വല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ അതൊക്കെ ആദ്യത്തെ സമയത്ത് മാത്രമേ അതൊക്കെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൂ. ഒരു 7-ാം മാസം 8-ാം മാസമൊക്കെ കഴിഞ്ഞാൽ പ്ലാസൻ്റെ ആൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അനക്കം കിട്ടുന്നതാണ്. പിന്നെ സംശയങ്ങളാണ്, ഡോക്ടർ എനിക്ക് നല്ല അനക്കമുണ്ട്, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? യൂഷ്വലി നല്ല അനക്കം കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ പാറ്റേണിലുള്ള വ്യത്യാസമാണെങ്കിലൊന്ന് ശ്രദ്ധിക്കുക. എന്നാലും നല്ല അനക്കം കുഴപ്പമൊന്നുമില്ല. അത് ആ സമയത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോളിഹൈഡ്രാമിനോസ്, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളമൊക്കെ കൂടുതലാണെങ്കിൽ നല്ല അനക്കം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനാണോ എന്ന് നോക്കുക. എപ്പോഴൊക്കെയാണ് അനക്കം കുറയാനുള്ള കാരണങ്ങൾ? അനക്കം കുറയാനുള്ള ഒരു പത്തോളജിക്കൽ കാരണം വെള്ളം കുറവാണ്, കുഞ്ഞിന് മൂവ് ചെയ്യാനുള്ള സ്ഥലമില്ല, കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞിരിക്കുന്നു, ഡോപ്ലർ അബ്നോർമാലിറ്റിയാണ്, കുഞ്ഞിന് നല്ല വളർച്ച കുറവും രക്തയോട്ടം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ ഒന്ന് മാറിക്കിടന്നു, കൈകാലുകൾ പുറകിലോട്ട് വരുന്നു, മുതുക് മുകളിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അനക്കം ഫീൽ ചെയ്യുന്നത് കുറവായിട്ട് ഫീൽ ചെയ്യാം. കുഞ്ഞ് ഉറങ്ങുന്ന സ്ലീപ്പ് സൈക്കിളിന് വ്യത്യാസം വരുന്നു, കുഞ്ഞ് ഉറങ്ങുന്ന സമയം മാറി, അതായത് അമ്മയ്ക്കപ്പം സ്ഥിരം അനക്കം കിട്ടുന്ന സമയത്ത് അനക്കം കിട്ടാതിരിക്കാം. ഇതൊക്കെയാണ് നമുക്ക് കുറവായിട്ട് തോന്നുന്നത്. പൊക്കിൾക്കൊടി ഒരു തവണ ചുറ്റി കിടക്കുന്നു, ഡോക്ടറെ അത് കാരണം അനക്ക കുറവുണ്ടാവും. യൂഷ്വലി പൊക്കിൾക്കൊടി 1-2 തവണ അതൊരു നോർമൽ ഫൈൻഡിങ് ആണ്, കൊണ്ടെന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്നാലും നമുക്ക് പൊക്കിൾക്കൊടിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ശരി, അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഈ അനക്കക്കുറവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും കുറേ സംശയങ്ങൾ ഉണ്ടാവാം, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അയക്കാം, ഞാൻ അത് മറുപടി അയക്കുന്നതായിരിക്കും. എന്തായാലും നന്ദി. അപ്പം നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വന്ന് കാണാം. പറഞ്ഞതുപോലെ മാതൃസ്പർശത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായിക്കണം എന്ന് തോന്നുവാണെങ്കിൽ, ഒരു 50 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. നമുക്ക് ഈ മാസവും നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.